ഇടതുപക്ഷത്തെ LDF-നെ തോൽപ്പിക്കാൻ, തുടർഭരണം അവസാനിപ്പിക്കുക, പിണറായി വിജയന്റെ ധാർഷ്ട്യം, ചിരിക്കാത്ത പിണറായി വരെയുള്ള കുറെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് പറയാനുണ്ടാവും. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള ഒരേ ഒരു കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? ഞാൻ സീരിയസ് ആയി ചോദിക്കുന്നത്, തമാശയായിട്ട് ചോദിക്കുന്നതല്ല. ഉത്തരം അറിയാവുന്നവർ കമന്റ് ഇടണം. സതീശന്റെ വട്ടപ്പശ ചിരിയെ കുറിച്ച് ഇന്ന് ചിലത് പറയാനുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ, ഇതിൽ ആരെങ്കിലും ആവുമല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. ആരാണെന്ന് ഇപ്പൊ പറയാൻ യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ 4 പേരുടെ പേരും പറയുന്നത്. പരസ്പരം പോരടിക്കുന്ന 4 നാട്ടുരാജ്യങ്ങൾ പോലെയായി ഇവര് 4 പേരും മാറിയിരിക്കുക. ഓരോരുത്തരും മറ്റവനെ വീഴ്ത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. കാലുവാരി 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 ഇപ്പൊ എവിടെ എത്തിയ അവസ്ഥ എന്നറിയോ? ഓരോരുത്തന്റെയും കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം, സ്ഥാനാർത്ഥി പട്ടിക ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോ സതീശന്റെ സ്വന്തം ഷിയാസിന് സീറ്റില്ല. KC വേണുഗോപാലിന്റെ സ്വന്തം പഴകുളം മധുവിന് സീറ്റില്ല. രമേശ് ചെന്നിത്തലയുടെ ജോസഫ് ആഴക്കലിന് സീറ്റില്ല. K സുധാകരന്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം. മൂപ്പർക്ക് തന്നെ സീറ്റില്ല, പിന്നെയാണോ മൂപ്പര ശിഷ്യന്മാരുടെ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യ ലിസ്റ്റിൽ M ലിജുവിന്റെ പേരില്ല, ഡോക്ടർ SS ലാലിന്റെ പേരില്ല, BRM ഷഫീറിന് സീറ്റില്ല. എന്നാൽ രമ്യ ഹരിദാസിന് സീറ്റുണ്ട്. എന്ത് തേങ്ങയ്ക്ക്? എങ്ങനെയാണ് ഈ രമ്യ ഹരിദാസിന് സീറ്റ് കിട്ടിയത്? ആർക്കെങ്കിലും അറിയാവോ? മനുഷ്യത്വം. ശരി, അതൊക്കെ പോട്ടെ. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റില്ലായത് എങ്ങനെയാണ്? സീറ്റ് ഇല്ലാതായത് എങ്ങനെയാണ്? എന്തെങ്കിലും മാജിക് നടന്നോ? വിസ്മയമാണ്, വൻ വിസ്മയം. CPM-ൽ നിന്നും എന്തെങ്കിലും കാര്യം കൊണ്ട് അസംതൃപ്തിയോടെ പുറത്തേക്ക് വന്നാൽ മതി, കോൺഗ്രസിൽ സീറ്റ് ഉറപ്പാണെന്നതാണ് ഇത്തവണത്തെ അവസ്ഥ. ആരോ പറയുന്ന കേട്ടു CPM-ന്റെ ഗാർബേജ് ബിന്നായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മാറിയെന്ന്. അങ്ങനെ പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല, അതാണ് സത്യത്തിൽ അവസ്ഥ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, മലമ്പുഴയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സുരേഷാണ്. VS അച്യുതാനന്ദന്റെ പിൻഗാമി എന്നാണ് ഈ സുരേഷിനെ ആരൊക്കെ പറയുന്നത്. ചിരിക്കാൻ വയ്യ എനിക്ക്. എന്ത് പിൻഗാമിയാണ് സുരേഷ്? VS-ന്റെ എന്ത് ലെഗസിയാണ് സുരേഷിന് അവകാശപ്പെടാൻ കഴിയുക? VS-ന്റെ മകൻ അരുൺകുമാർ ആണെങ്കിൽ ഓക്കെ, VS-ന്റെ ലെഗസി പിൻഗാമി എന്നൊക്കെ പറയാം. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ സുരേഷ് എങ്ങനെയാണ് VS-ന്റെ പിൻഗാമി ആവുന്നത്? നിങ്ങളൊന്ന് പറ. അത് പോട്ടെ, PK ശശി എനിക്കൊന്നും പറയാനില്ല. കോൺഗ്രസ് എടുത്ത് തോളത്ത് വെച്ചിരിക്കുന്ന ഈ PK ശശി ആരാ ഈ PK ശശി? ശരിക്കും കോൺഗ്രസിന് എന്തിനാണ് PK ശശി? എന്താവശ്യമാണുള്ളത്? കോൺഗ്രസിൽ PK ശശിമാര് കുറവുണ്ടോ? പോട്ടെ. തളിപ്പറമ്പെടുത്താൽ ഗോവിന്ദൻ, എന്തിനാണ് പുള്ളി പാർട്ടി വിട്ടത്? ശ്യാമള ടീച്ചർ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായിട്ടും സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ്. ശരി, അപ്പൊ മൂപ്പരുടെ ഭാര്യ മരുമകളൊക്കെ കിട്ടിയ സ്ഥാനമാനങ്ങൾ അത് പോട്ടെ, നമുക്ക് വിട്ടേക്കാം, അത് CPM-ലെ കാര്യം. ഇപ്പൊ കോൺഗ്രസിൽ VK ശ്രീകണ്ഠന്റെ ഭാര്യ തുളസിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ച് മൂപ്പര് ഇനി കോൺഗ്രസ് വിട്ടുപോവോ? ഉമാ തോമസ്, ഇവരൊക്കെ ആരാ? അതൊക്കെ പോട്ടെ, അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച അബ്ദുൾ റഷീദിനേക്കാൾ എന്ത് യോഗ്യതയാണ്, എന്ത് മേന്മയാണ് ഗോവിന്ദനിൽ കോൺഗ്രസ് കണ്ടത്? എനിക്ക് അതിന്റെ ഉത്തരം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ചിലപ്പോൾ ചില കോൺഗ്രസ്സുകാർക്കും അതിന്റെ ഉത്തരം അറിയണമെന്നുണ്ടാവും. അമ്പലപ്പുഴയിലേക്ക് വരാം. അമ്പലപ്പുഴയിൽ വന്നാൽ G സുധാകരന് എന്തിനാണ് കോൺഗ്രസ് പിന്തുണയും സീറ്റും കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കണ്ണൂര് K സുധാകരന് കൊടുക്കാൻ പറ്റാത്ത സീറ്റ് CPM-ൽ ചെല്ലുന്ന G സുധാകരന് കിട്ടുകയാണ്. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് കോണകത്തിൽ വെക്കാന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അമ്പലപ്പുഴയിൽ G സുധാകരന് കോൺഗ്രസ് സീറ്റ് കൊടുത്തപ്പോ അത് നേരിട്ട് കാണാൻ പറ്റി. സതീശന്റെ കോണകത്തിലായി ഇപ്പൊ പാമ്പിരിക്കുന്നേ. താളിപ്പറമ്പ് കുഞ്ഞികൃഷ്ണേട്ടനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ ആരും മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ജയിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണേട്ടനെങ്കിലും കുഞ്ഞികൃഷ്ണേട്ടൻ ആരെങ്കിലും മത്സരിക്കട്ടെ. വല്ലാത്ത ജാതി വിസ്മയങ്ങളാണ് സതീശിന് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിലൊരു വിസ്മയാണ് കുഞ്ഞികൃഷ്ണേട്ടൻ. ഓക്കെ, ഇരിക്കട്ടെ. VS ജോയിയെ തവനൂർക്ക് ഓടിച്ചു വിട്ടു. കൊട്ടാരക്കരയിലാണ് ഏറ്റവും വലിയ കോമഡി. കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇത്തവണത്തെ BJP-യുടെ സ്ഥാനാർത്ഥി രശ്മിയായി. ആയിഷ പോറ്റിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ആയിഷ പോറ്റിയെ സത്യത്തിൽ എന്തിനാ കോൺഗ്രസിന് ആവശ്യം? ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ആയിഷ പോറ്റി എന്തിനാണ് കോൺഗ്രസിന്? CPM-ൽ നിന്നും വരുന്ന എല്ലാ സീറ്റ് മോഹികളായ മുഴുവൻ പേർക്കും കോൺഗ്രസ് സീറ്റ് നൽകുന്നു. അപ്പൊ കോൺഗ്രസിലെ അർഹർക്ക് പോലും സീറ്റ് ഇല്ലാതായി, സ്വാഭാവികം. ഇതൊക്കെ എന്ത് വിസ്മയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അമ്പലപ്പുഴയിൽ, കൊട്ടാരക്കരയിൽ, നാട്ടികയിൽ, മലമ്പുഴയിൽ, ഒറ്റപ്പാലത്ത്, വയ്യന്നൂരിൽ, തളിപ്പറമ്പിൽ, പലയിടങ്ങളിലും എന്താ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. PK ശശിയെ 2 കൈയും നീട്ടി സ്വീകരിച്ച കോൺഗ്രസ് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചു.
വിൻസെന്റിന് സീറ്റ് കൊടുക്കുകയും ചെയ്തു. ശരിക്കും കോൺഗ്രസില് സീറ്റ് കിട്ടാനുള്ള മാനദണ്ഡം ശരിക്കും എന്താണ്? ആ മാനദണ്ഡം എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് സീറ്റ് കിട്ടുകയും കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്? കെ സുധാകരനാണെങ്കിൽ മത്സരിച്ചേ പറ്റുന്നുണ്ട് ഡൽഹി പോയി കിടക്കുക. ഇന്ന് മൂപ്പരുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അമറിക്കരയാണ് പലതരത്തിലും സീറ്റ് കിട്ടിയേ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ധർമ്മടത്തെ സീറ്റ് സുധാകരന് കൊടുത്തൂടെ? മത്സരിച്ച് പൂതി മാറട്ടെ. പിണറായി വിജയനെതിരെ മത്സരിക്കട്ടെ സുധാകരൻ. പിണറായിയുടെ ധാർഷ്ട്യാണല്ലോ പ്രധാന പരാതി. പിണറായിയുടെ ധാർഷ്ട്യം തീർക്കാം. പക്ഷെ കോൺഗ്രസ് സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ല. പുള്ളിയെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ അന്നേ പുള്ളിക്ക് വാഗ്ദാനം ചെയ്തായിരുന്നു MLA സീറ്റ്. അതാണിപ്പോ മൂപ്പര് കരഞ്ഞു ചോദിക്കുന്നത്, ഇവര് കൊടുക്കാതിരിക്കുന്നു. വന്ന് കാര്യങ്ങൾ എവിടെ എത്തിയറിയോ? VD സതീശന് ഒരു പച്ച കോമാളിയായി മാറിയിരിക്കുക. രണ്ടാമതും പിണറായി അധികാരത്തിൽ വന്നപ്പോൾ മര്യാദയ്ക്ക് ആദ്യ തവണ പ്രതിപക്ഷ നേതാവിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന ചെന്നിത്തലയെ എടുത്ത് ബേസിൽ തട്ടി പ്രതിപക്ഷ നേതാവായി സ്വയം അവരോധിച്ച് വട്ടപ്പശ ചിരിയുമായി സതീശൻ ഇന്നലെ ലിസ്റ്റ് പുറത്തു വന്ന ദിവസമൊക്കെ ചിരിക്കുന്ന ആ വട്ടപ്പശ ചിരി ഉണ്ടല്ലോ, എനിക്കത് ഓർത്തിട്ട് വയ്യ. പെറ്റ തള്ള സഹിക്കൂല എന്ന് പറയുന്ന ചിരിയാണ് സതീശൻ ഇന്നലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിമുടി ഫേക്ക് ആയൊരു മനുഷ്യനാണ് ഈ VD സതീശൻ. ഓടി നടന്ന് എല്ലാ യൂട്യൂബിലും ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇത് കൈവിട്ടു പോകുന്നത്. ഉള്ളി പൊളിയുന്ന പോലെ പൊളിയാൻ പോവുകയാണിതെന്ന്. കെട്ടിയുണ്ടാക്കിയ ഫേക്ക് ഇമേജ് തകരാൻ പോവുകയാണെന്ന്. അത് സംഭവിച്ചു. ഒരിടത്ത് പോയി പറയുന്നത് വേറൊരിടത്ത് പോയി മാറ്റി പറയും. അപ്പുറത്ത് പറയുന്നല്ല ഇപ്പുറത്ത് പറയാം, ഇപ്പുറത്ത് വേറെ കുറെ പറയും. പുള്ളി അങ്ങ് ഓവർ എക്സ്പോസ്ഡ് ആയി. പുള്ളി ആളുകൾക്ക് കണ്ടങ്ങ് മടുത്തുപോയി. പുള്ളിയാണെങ്കിൽ ഒരു സത്യസന്ധതയും ഇല്ലാതെ എന്താ പറയാ, എന്തൊക്കെയോ തരത്തിലാ യൂട്യൂബിൽ ഇന്റർവ്യൂവിന് വരുന്നത്. ചെറുപ്പം കാണിക്കാൻ ട്രൗസർ ഇട്ട്, ടീഷർട്ട് ഇട്ട്, ഷൂ ഇട്ട്, കൂളിംഗ് ഗ്ലാസ് ഇട്ട്, ഒരു കോമാളിയെ പോലെ ഒരു ഭാവി മുഖ്യമന്ത്രി പല യൂട്യൂബ് അഭിമുഖങ്ങളിലും പെയ്ഡ് അഭിമുഖങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. വെറും വായ്ത്താരി മാത്രം. പ്രവൃത്തിയൊന്നുമില്ല. വയനാട് ഇത്രയും വലിയ പ്രളയം നടന്നു, ഒരു വീട് വെച്ച് കാണിക്കാൻ ഈ VD സതീശന് കാണിച്ചില്ല. പുള്ളി പ്രവൃത്തിയില്ല, വെറും തള്ളല് മാത്രം. യൂട്യൂബുകൾ നേറി നരങ്ങുക. പ്രിയങ്ക ഗാന്ധി എന്താണ് വയനാടിന് വേണ്ടി ചെയ്തത്? നമ്മളുടെ MP അല്ലേ. ഈ കോൺഗ്രസിനെ ജനങ്ങൾ എന്തിനു തെരഞ്ഞെടുക്കണം എന്നതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ ശരിക്ക്? കേരളം പ്രതിസന്ധികളിൽ പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരാൾക്കെങ്കിലും കിടക്കാൻ ഒരു കൂര ഒരുക്കി കൊടുക്കാൻ ഇവർക്ക് പറ്റിയോ? പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. തെരഞ്ഞെടുത്ത് അടുത്തപ്പോഴേക്കും മുഴുവൻ സമുദായ സംഘടനകളും ജാതി സംഘടനകളും ലിസ്റ്റാണ് കോൺഗ്രസിന് എഴുതി കൊടുക്കുന്നത്. ഇന്നയാളെ ഞങ്ങൾക്ക് വേണം, ഇന്നയാളെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കണം. എന്തെല്ലാം തീട്ടൂരങ്ങളാണ് ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ അടുത്ത് മാത്രല്ലേ. വെറുതെ ഇരിക്കുമ്പോ അസ്ഥാനത്ത് ചുണ്ണാമ്പ് തേച്ചു, പിന്നെ സംഭവിച്ചതൊക്കെ ചരിത്രം എന്ന് പറയുന്നത് പോലെ സതീശന്റെ അവസ്ഥ ഇപ്പൊ. വെറുതെ ഇരുന്ന സണ്ണി കാപ്പിക്കാടിനെയും CK ജാനുവിനെയും ഒക്കെ അങ്ങോട്ട് പോയി കണ്ടിട്ട് നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കണം, ഞാൻ സ്ഥാനാർത്ഥിയാക്കുന്നു പറയുന്നു. അത് കേട്ട് പ്രചോദനമായിട്ട് ഇവരൊക്കെ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിക്കുന്നു. അവസാനം സീറ്റില്ല. ശരിക്കും എന്തിന്റെ കേടാണ് സതീശനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ രമേശ് പിഷാരടിക്ക് ഒരു സീറ്റ് പാലക്കാട് മറക്കാതെ നൽകി. ഇത് ജാതിയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ പല കമന്റും ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങനെ അവസാനമായപ്പോൾ സതീശൻ പൂർണ്ണമായും എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. ശരിക്കും രമേശ് ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവായി. അത് നീതിപൂർവകമായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടോ? എന്തിനാ സതീശൻ അത് ചെയ്തേ? സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി സണ്ണി ജോസഫിനെ അവിടെ അവരോധിച്ചത് ശരിയായ തീരുമാനമായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? PV അൻവറിനെ ഒരു പട്ടിയെ പോലെ പിന്നാലെ നടത്തി സതീശൻ. അത് ശരിയായിരുന്നു. രാഹുൽ മാങ്കൂറ്റം ചെയ്ത് കൊടും കുറ്റകൃത്യമാണ്, മാപ്പില്ല. പക്ഷെ ആ പാർട്ടിയിൽ ഒരു നടപടി എടുക്കണമെങ്കിൽ എല്ലാ നേതാക്കളോടും ചോദിക്കുകയും ചില കൂടിയാലോചനയൊക്കെ വേണ്ടേ? അതൊന്നുമില്ലാതെ വൈരനിര്യാതന ബുദ്ധിയോടെ ഞാൻ മാത്രം നന്മ എന്ന നിലയിലുള്ള സതീശൻ നടപടി എടുത്തപ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നിയോ? നടപടി എടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ സതീശനല്ല എടുക്കേണ്ടത്, പാർട്ടിയാണ് എടുക്കേണ്ടത്. സതീശൻ ചെയ്ത് കണ്ടാൽ കോൺഗ്രസിൽ സതീശൻ മാത്രം ഒരു മാന്യനെന്ന്. മൊത്തത്തിൽ സതീശൻ ഓരോന്ന് ചെയ്യുന്ന കണ്ടാൽ തോന്നും സതീശൻ മാത്രം ഒരു മാന്യൻ, സതീശൻ മാത്രം ഒരു നന്മ എന്ന്. അവസാനം എന്തായി? സതീശന് ഒരാൾക്കും കണ്ണെടുത്ത് കണ്ടുവിടാതായി. ഇനിയിപ്പോ ഭരണം കിട്ടിയാൽ പോലും ഇയാളെ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസം പോലും ഇരിക്കാൻ ആളുകൾ സമ്മതിക്കുമോ? ഇയാളെ ആർക്കാണ് മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത്? ലീഗിന് വേണ്ട, NSSന് വേണ്ട, പാർട്ടിക്ക് വേണ്ട, ഹൈക്കമാൻഡിന് വേണ്ട, അണികൾക്ക് വേണ്ട, നേതാക്കൾക്ക് വേണ്ട. അവസാനമായപ്പോൾ എല്ലാവർക്കും രമേശ് ചെന്നിത്തലേനെ മതി. കാരണം എന്താ? ചെന്നിത്തല ഒരു നല്ല മനുഷ്യനാ, കുലിഷ്ടില്ല, കുന്നായ്മയില്ല, വക്രബുദ്ധിയില്ല, നല്ലൊരു മനുഷ്യനാ ശരിക്കും അയാള്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സതീശന്റെ വട്ടപ്പശ ചിരിയെക്കുറിച്ച്? വെറുതെ പറഞ്ഞതല്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ്
അഹങ്കരിച്ച് നടന്ന മനുഷ്യൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് എല്ലാം എന്റെ തലയിൽ കൂടെ ഓടുന്നേ എന്ന് പറഞ്ഞ് എല്ലാം തലയിൽ വെച്ച് നടന്ന മനുഷ്യൻ ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല. മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദ്യം ചോദിക്കുമ്പോ അതാ ആ വട്ടപ്പശ ചിരിച്ചിരിക്കുന്നു. സതീശൻ വെറും ഒരു കേരള നേതാവായിരുന്നേ. ആള് ഫേക്ക് ആണെങ്കിലും മിടുക്കനൊക്കെയാണ്. പക്ഷെ വെറും ഫേക്കാണ് ഈ മനുഷ്യൻ. ഫേക്ക് ഈ കാണുന്നതല്ല ശരിക്കും ഈ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ വെറും നാട്യമാണ്. അതപ്പോ എപ്പോഴെങ്കിലും എക്സ്പോസ്ഡ് ആയേ പറ്റൂ. റിയൽ അവസ്ഥ പുറത്തു വരുമല്ലോ. സതീശന് ഇപ്പൊ ഈ കിട്ടിയ അടി എവിടെ നിന്നാണ് കിട്ടിയതിന്റെ ഒരു അടിസ്ഥാന കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുക ഈ ഹൈക്കമാൻഡ് എന്നത് സതീശന് ഒരു പിടിയില്ലാത്ത സ്ഥാനമായിരുന്നു. മൂപ്പര് വിചാരിച്ച മൂപ്പര് ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് എഴുതും, സണ്ണി കപ്പിക്കാട് ജാനു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഡൽഹി പോകും, അവിടെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഈ ലിസ്റ്റ് പറയും ഇതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന്. ശരിക്കും ലിസ്റ്റ് വെട്ടുകയും കുത്തുകയും തിരുത്തുകയും പേരെഴുതി ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന ശരിക്കും ഒരു ഹൈക്കമാൻഡ് ഉണ്ടെന്ന് മൂപ്പർക്ക് ശരിക്കും അറിയില്ലായിരുന്നു. മൂപ്പർക്ക് പ്രിയപ്പെട്ടവരെ മുഴുവൻ എഴുതി ചേർത്തു. മേമ്പൊടിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എഴുതി, CPM പുറത്താക്കിയവരെ എഴുതി, എല്ലാം ചേർത്ത് വലിയ ലിസ്റ്റ് കണ്ടിട്ട് സാധനം വാങ്ങാൻ പോകുന്ന പോലെ ഡൽഹിക്ക് പോയി. എന്താ പട്ടി ചന്തയ്ക്ക് പോയ പോലെ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഹൈക്കമാൻഡിനെ നേരിട്ട് കാണുന്നത്. ആ ലിസ്റ്റ് അങ്ങോട്ട് വാങ്ങി വെച്ച് വേറൊരു ലിസ്റ്റ് ഹൈക്കമാൻഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അതാണ് ഇപ്പൊ ഗൈസ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സതീശന് അറിയില്ലായിരുന്നു ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു നേതാവ് എന്ന് വെച്ചാൽ ശരിക്കും എന്താ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അണികളെയും മറ്റു നേതാക്കന്മാരെയും നിയന്ത്രിക്കാൻ നയിക്കാൻ കഴിവുള്ളവനാണ് നേതാവ്. സതീശന്റെ യാത്ര നടക്കുമ്പോൾ മുല്ലപ്പള്ളി തിക്കിലും തിരക്കിലും വീണു പോകുന്നതും ഷാഫി സതീശൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പട്ടിയുടെ വില കൊടുക്കാതെ ഒരാളുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതും സതീശനെ എല്ലാവരും അവഗണിക്കുന്നതും പുള്ളി ഒരു ആരും അല്ലാത്ത പോലെ അവിടെ നിൽക്കുന്നതൊക്കെ ഒരു ദൃശ്യം നമ്മൾ കണ്ടായിരുന്നു. ഈ മനുഷ്യനാണോ മുഖ്യമന്ത്രി ആവേണ്ടത്? സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇയാളെ പുല്ലുവില പട്ടിവില. വേറൊരു സംഭവം ഞാൻ പറയാം. വിഭാഗത നേതാക്കൾ തമ്മിലുള്ള തർക്കം, ആരോഗ്യകരമായ മത്സരം, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളത് തന്നെയാണ്. എന്നാൽ ഒരു ലീഡർ എല്ലായ്പ്പോഴും ലീഡറായി നിൽക്കണം. VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വിയോജിപ്പുകൾ നിലനിൽക്കുന്ന കാലം VSനെതിരെ മുദ്രാവാക്യം മുഴക്കിയ അണികളെ പിണറായി പേടിപ്പിച്ച് ചീത്ത പറഞ്ഞു ഒതുക്കിയിരുത്തിയ ഒരു സംഭവമുണ്ട്. മഴ പെയ്യുമ്പോൾ തലയിൽ തുണിയിട്ട പിണറായി. ആരും മറക്കൂല ആ വാക്കുകൾ. അവർ VSനെ അല്ലേ പറഞ്ഞോട്ട് വിചാരിച്ചിട്ട് വേണേ പിണറായിക്ക് മിണ്ടാതിരുന്നില്ല. അണികളെ അടക്കിയിരുത്തി നല്ല പച്ച തെറിയാ പറഞ്ഞത്. എന്നാൽ സതീശൻ എന്താ ചെയ്യുന്നത് ഈ വേദിയിൽ? നോക്കൂ, സതീശൻ ഒരു ലീഡർ അല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. ആ വേദിയിൽ ഷാഫിക്ക് മുന്നിൽ നാണം കെട്ട് നിറം മങ്ങി ആരുമല്ലാത്ത പോലെ നിൽക്കുകയാണ്. ഇതാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അവസാനമായി സതീശന്റെ നുണകൾ എന്ന പേരിൽ നികേഷ് കുമാർ ഫാക്ട് ചെക്ക് തുടങ്ങിയപ്പോൾ സതീശന്റെ മുഖം മൂടി പൂർണ്ണമായും കെട്ടഴിഞ്ഞു വീണു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? വേറെ പണിയൊന്നുമില്ല. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ. കോൺഗ്രസിനെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കാൻ സത്യസന്ധമായൊരു കാരണം നിങ്ങൾ പറഞ്ഞു തരാമോ? ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് തമ്മിൽ യോജിപ്പില്ലാത്ത നേതാക്കൾ, സമുദായ നേതാക്കൾ കയറി നിരങ്ങുന്ന അവസ്ഥ, വാക്ക് പാലിക്കാത്ത നേതൃത്വം. ഉദാഹരണം പറഞ്ഞത് വയനാട് പുനരധിവാസം തന്നെയാണ്. ആരും കേൾക്കാത്ത, അവസാന വാക്കായിട്ടൊരു നേതാവില്ലാത്ത ഒരാൾക്കൂട്ടം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ ആൾക്കൂട്ടത്തെ ആർക്കാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ അരക്ഷിതാവസ്ഥയാണോ ജനങ്ങൾക്ക് ശരിക്കും ആവശ്യം? ഈ അരക്ഷിതമായ മനുഷ്യരെ എന്തിനാ തിരഞ്ഞെടുക്കുന്ന ലീഡറായിട്ട്? നിങ്ങൾ തന്നെ പറ. ഈ കോൺഗ്രസിനെ തിരഞ്ഞെടുക്കാൻ എന്ത് കാരണമാണ് സത്യത്തിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരു കാരണം കാണുന്നില്ലെന്ന് മാത്രമല്ല, വെറും ഒരു ആൾക്കൂട്ടമായി മാറിയ കോൺഗ്രസിന് ഒരു നാടിനെ നയിക്കാനോ ഒരു ജനതയെ സംരക്ഷിക്കാനോ പ്രളയമോ കോവിഡോ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒന്നിച്ചു നിന്ന് ഒരു നാടിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനോ നേരിടാനോ എങ്ങനെയാ കഴിയുക ഈ ആൾക്കൂട്ടത്തിന്? ഒരു പരസ്പര യോജിപ്പില്ലാത്ത ഒരു ടീം എങ്ങനെയാണ് ജനങ്ങളെ നയിക്കാൻ പോകുന്നത്, നാടിനെ നയിക്കാൻ പോകുന്നത്? ആരാ ഇവരുടെ നേതാവ് ശരിക്ക്? ആര് പറഞ്ഞാലാ ഇവരൊക്കെ കേൾക്കുക? സുധാകരൻ ആര് പറഞ്ഞാൽ കേൾക്കും? VD സതീശൻ ആര് പറഞ്ഞാൽ കേൾക്കും? രമേശ് ചെന്നിത്തല ആര് പറഞ്ഞാൽ കേൾക്കും? KC വേണുഗോപാൽ ആര് പറഞ്ഞാൽ കേൾക്കും? ആരാ ഈ ഹൈക്കമാൻഡ്? ഇവരെയാണോ നിങ്ങൾ ശരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ഇനി ഇവർ ജയിച്ചു വന്നു എന്ന് കരുതുക, ആരായിരിക്കും ഇവരുടെ മുഖ്യമന്ത്രി?